ടെസ്റ്റ് ക്രിക്കറ്റ് 2 പതിറ്റാണ്ടായിട്ട് ഒരു ഇളക്കവും തട്ടാത്ത റെക്കോർഡുണ്ട്. ബ്രയൻ ലാറ ഒരു ഇന്നിംഗ്സിൽ നേടിയ 400 റൺസ്. കഴിഞ്ഞ ദിവസം സിംബാബ്വെക്കെതിരായിട്ടുള്ള മത്സരത്തിന് വിയാൻ മുൾഡർ 367 റൺസ് എത്തി നിൽക്കുമ്പോൾ സകല ക്രിക്കറ്റ് പ്രേമികളും പ്രതീക്ഷ ഉണ്ടാവും ആ റെക്കോർഡ് ഇന്ന് വീഴുമെന്നുള്ളത്. പക്ഷേ ഏവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് സ്വയം ക്യാപ്റ്റനായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ തന്നെ അദ്ദേഹം ഡിക്ലെയർ വിളിക്കുകയായിരുന്നു. എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യമാണ് എന്തിനായിരുന്നു ആ ഡിക്ലെയറിൻ്റെ ആവശ്യം എന്നുള്ളത്. കാരണം നമുക്കറിയാം സിംബാബ്വെയുള്ള മത്സരം ഒരിക്കലും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ടേബിളിൽ വരുന്ന അല്ലെങ്കിൽ അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു മത്സരമല്ല. പോരാത്തതിന് ആദ്യ ഇന്നിങ്സിൽ രണ്ടാമത്തെ ദിവസം ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ട്. ഒരിക്കലും ഒരു 20-30 ഓവർ കളിച്ച് കഴിഞ്ഞാൽ ആ മത്സരത്തെ യാതൊരു വിധത്തിലും ബാധിക്കില്ല. അത് നമ്മളെക്കാളും കൂടുതലും അദ്ദേഹത്തിന് വ്യക്തത ഉണ്ടായിരിക്കും. സ്റ്റിൽ എന്തുകൊണ്ട് അദ്ദേഹം ഒരു ഡിക്ലെയർ വിളിച്ചു എന്നുള്ളത് ഇവിടുത്തെ ഓൺലൈൻ ക്രിക്കറ്റ് കോച്ചുമാർ മുതൽ സാക്ഷാൽ ഡെയിൽ സ്റ്റെയിൻ വരെ ചോദിക്കുകയാണ്. 33 റൺസ് അകലെ ക്രിക്കറ്റ് റെക്കോർഡ് ബുക്കിൽ സ്വന്തം പേര് എഴുതി ചേർക്കാനുള്ള ഒരു സുവർണ്ണ അവസരം. ഒരിക്കലും ബ്രെയിൻ ലാറ എന്ന് പറഞ്ഞൊരു പ്ലെയറുടെ ലെഗസിയോ കാര്യങ്ങളൊന്നും ഒരു കോട്ടവും തട്ടില്ല ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. കാരണം ആ ഒരു 400-ന്റെ പുറത്തല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിക്കറ്റ് കരിയറിൻ്റെ ആ ഒരു ലെഗസി ഇരിക്കുന്നത്. സ്റ്റിൽ അദ്ദേഹത്തിന് റെസ്പെക്റ്റ് കൊടുക്കാവുന്ന രീതിയിൽ ആ ഒരു ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്ത് തീർത്തും മണ്ടത്തരായ ഒരു തീരുമാനം തന്നെയായിരുന്നു. സ്വന്തം പേര് ആ ഒരു റെക്കോർഡ് ബുക്കിൽ ചേർക്കാൻ വേണ്ടിയ ഒരു സുവർണ്ണ അവസരം അദ്ദേഹം നഷ്ടപ്പെടുത്തിയെന്ന് തന്നെ പറയാം. എന്തായാലും നമ്മൾ ഒരുപാട് ആളുകൾ ആ ഒരു റെക്കോർഡ് അദ്ദേഹം ബ്രേക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു. അവസാന നിമിഷങ്ങളിലൊക്കെ ഓൺലൈൻ ക്രിക്കറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ വ്യൂസ് വെച്ചടി കയറിയായിരുന്നു ആ ഒരു റെക്കോർഡിലേക്ക് അദ്ദേഹം എത്തും എന്നുള്ള കാര്യത്തിൽ. പക്ഷേ 367 റൺസ് വ്യക്തിഗത സ്കോറിലെത്തുമ്പോൾ അദ്ദേഹം ആ ഒരു ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ ഇന്നിങ്സിൽ 170 റൺസിന് സിംബാബ്വെ ഫസ്റ്റ് ഇന്നിങ്സ് ഓൾ ഔട്ട് ആവുകയും ഫോളോ ഓൺ വഴങ്ങുകയും സെക്കൻഡ് ഇന്നിങ്സിൽ നിലവിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു തരത്തിൽ അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. സ്റ്റിൽ എന്തിനാ അദ്ദേഹം ആ ഒരു ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തു. എന്തായാലും റെക്കോർഡുകൾ എന്ന് പറയുന്നത് തിരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് സച്ചിൻ്റെ ആയാലും ബ്രാഡ്മാൻ്റെ ആയാലും കോഹ്ലിയുടെ ആയാലും ഏത് ലെജൻഡ് റെക്കോർഡായാലും മറ്റൊരു പ്ലെയർ വന്ന് തിരുത്തണം. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. എന്തായാലും ഒരു ലെജൻഡിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാതെ അദ്ദേഹത്തിന് റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളത് എന്തായാലും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.